الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون هذا بصائر للناس وهدى ورحمة لقوم يوقنون. ബഹുമാന്യരായ SKSMന്റെ ഭാരവാഹികളെ, വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യവും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, പഠിതാക്കളാകുന്നു, അത് പഠിപ്പിക്കുന്നു, അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയത്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ ആലോചിച്ചു പോകുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ഈ സദസ്സിൽ വന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ലഭ്യമാകുന്ന ഏറ്റവും നല്ല സദസ്സിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയത്. മാ ഇജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂതില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ഫീമാ ബൈനഹും ഇല്ലാ നസലത അലൈഹിമുസ് സകീന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കാത്തത്? ആരാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും കടാക്ഷവും ആഗ്രഹിക്കാത്തത്? നമ്മളെല്ലാവരും മുഅ്മിനുകളാണ്, നമ്മളെല്ലാവരും മുഅ്മിനാത്തുകളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭൂമി ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിച്ച് നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന ഏറ്റവും നല്ല ആളുകളായി തീരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഒരു കാര്യത്തിന് വേണ്ടി മഹാഭാഗ്യം ലഭിച്ച ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു സമൂഹം, ഒരു കൂട്ടർ, അവർ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഒരുമിച്ച് കൂടി. എന്നിട്ടോ യത്ലൂന കിതാബല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയാണ്. വയതദാറസൂന ഫീമാ ബൈനഹും, അവർ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പരസ്പരം പഠിക്കുകയാണ്. ഖുർആനിന്റെ ആയത്തുകൾ മനനം ചെയ്യുകയാണ്. ഖുർആനിലുള്ള ആശയങ്ങൾ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്താ അല്ലാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം? എന്താ?
ഇല്ലാ നസലത അലൈഹിമുസ് സകീന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം ഇറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കുന്നു. മാത്രമല്ല, നിർത്തിയില്ല, വഗശിയഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് പൊതിയുകയാണ്. മാഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ചിന്തയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചൊരിയുകയാണ്. നിർത്തിയില്ല പടച്ച തമ്പുരാൻ. വഖഫതുഹുൽ മലായിക, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മലക്കുകൾ റഹ്മത്തിനു വേണ്ടി, നമുക്ക് കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഫദകറല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് പരലോകത്ത് അഭിമാനത്തോടു കൂടി സംസാരിക്കുകയാണ്. ആ ഒരു വേദിയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ നാം ചർച്ച ചെയ്യുമ്പോൾ ഇക്കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായി വിശുദ്ധ ഖുർആൻ ജ്വലിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ആയത്തുകളെ കൊണ്ട് തുടങ്ങിയപ്പോ ലോകം മുഴുവനും വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഈ സന്ദർഭത്തിലും, ഒരു വേൾഡ് കപ്പിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചും എമ്പാടും ചർച്ചകൾ നടക്കുകയാണ്. ഈ അടുത്ത് വന്ന ഒരു ലേഖനത്തിൽ അമേരിക്കയിലെ ഒരു എഴുത്തുകാരിയും ചിന്തകയുമായ ഒരു സഹോദരി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, അവര് ചെറുപ്പത്തിൽ പെന്തകോസ്ത് കുടുംബത്തിലെ അംഗമായിരുന്ന അവർ ചെറുപ്പത്തിലെ അവരുടെ വേദപുസ്തകങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി വരുന്നത് പലപ്പോഴും അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പഠനം നടത്തി തൃപ്തിയാകുന്നില്ല. അങ്ങനെ അവരുടെ 10ാമത്തെ വയസ്സിൽ അവര് ആ പെന്തക്കോസ്ത് മതം ഉപേക്ഷിക്കുകയാണ്. അവർ അലിയുകയാണ്. അവർക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി സമാധാനത്തിന്റെ തുരുത്തന്വേഷിച്ചുകൊണ്ട് അവർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞു. കോളേജ് തലത്തിലേക്ക് എത്തിയപ്പോഴും അവർക്ക് അവരുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നില്ല. അവരുടെ കോളേജിലെ പ്രൊഫസറോട് ചോദിച്ച സന്ദർഭത്തിലും ബൈബിളിലെ തൃത്വത്തെ സംബന്ധിച്ചുള്ള ഉത്തരത്തിന് ഒരു കൃത്യമായ സമാധാനം അവർക്ക് ലഭ്യമാകുന്നില്ല. അവര് വീണ്ടും പുസ്തകങ്ങൾ അന്വേഷിക്കുകയാണ്, സമാധാനത്തിന്റെ വഴികൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവരെ സംബന്ധിച്ച് അവർ കേട്ടത് മുഴുവനും ടെററിസ്റ്റുകൾ എന്നാണ്. അവര് ഭീകരവാദികളാണ്, അവര് രാജ്യദ്രോഹികളാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി തങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ട ആ സഹോദരി ഒരു ദിവസം, ഒരു റമദാനിൽ ഈ സുഹൃത്തുക്കൾ അവരെ വിളിക്കുകയാണ് റമദാനിലെ ഇഫ്താറിലേക്ക്. ആ ഇഫ്താർ വിരുന്ന് കഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു ഗിഫ്റ്റായി വിശുദ്ധ ഖുർആന്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് നൽകുകയാണ്. ആ ഇംഗ്ലീഷ് പതിപ്പ് വായിച്ചപ്പോ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പലതും അവർ കാണുകയാണ്. അവസാനം അവര് അറബി പഠിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ അറബി പഠിച്ചു. അറബിയിലൂടെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പഠിക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവരുടെ ഹൃദയത്തിലേക്ക് വന്നു. കെയാ ഗാബിറ്റർ എന്ന് പറയുന്ന 2014 ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരി, നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അതെടുക്കുന്ന, അത് പഠിക്കുന്ന, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വെളിച്ചം നൽകുകയാണ്. അവർക്ക് മാത്രമല്ല, നമ്മള് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇക്കാലഘട്ടത്തിലും അതിനെ പഠിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങൾക്ക് വരെ, ആളുകൾക്ക് വരെ വെളിച്ചം നൽകുകയാണ്. നോക്കൂ, ജർമ്മൻ കവിയായ ജോഹൻ ഗദ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഖുർആൻ പഠിക്കാൻ തുനിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം ഇഷ്ടക്കുറവ് തോന്നും, ക്രമേണ അത് ആകർഷിക്കാൻ തുടങ്ങും, പിന്നീട് അമ്പരപ്പിക്കും, തുടർന്ന് നമ്മെ കീഴടക്കും. അതിന്റെ ശൈലിയും ഉള്ളടക്കവും വിട്ടുവീഴ്ചയില്ലാത്തതും ഉദാത്തവുമാണ്. ഖുർആന് ശേഷം വന്ന തലമുറകളെ മുഴുവൻ അത് വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഖുർആൻ വായിച്ചപ്പോഴെല്ലാം ആത്മാവ് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നതായി
വർഷങ്ങളായി എനിക്ക് അനുഭവപ്പെട്ടു. ഖുർആനിലെ യാഥാർത്ഥ്യങ്ങളും അത് കൊണ്ടുവന്നിട്ടുള്ള ദൈവദൂതന്റെ മഹത്വവും ഗ്രഹിക്കുന്നതിൽ നിന്നും വർഷങ്ങളായി പുരോഹിതന്മാർ ഞങ്ങളെ തടഞ്ഞിരുന്നു. പക്ഷേ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ജനസമൂഹങ്ങൾ ഈ ഗ്രന്ഥം ഏറെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചിന്തകളുടെ അച്ചുതണ്ടായി ഭാവിയിൽ അത് മാറുകയും ചെയ്യും. ദിവ്യഗ്രന്ഥം യുഗയുഗാന്തരങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കും. ഈ ബോധം ഒരിക്കലും പരാജയപ്പെടില്ല. നമ്മുടെ സർവമൂല്യ സംഹിതകളെയും കണക്കിലെടുത്ത് പറയട്ടെ, ഈ ബോധത്തെക്കാൾ അല്പം പോലും മുന്നോട്ട് പോകാൻ നമുക്കാവില്ല. ഒരു ജർമ്മൻ കവിയുടെ ചിന്തയാണ്. ലിയോ ടോൾസ്റ്റോയെ സംബന്ധിച്ച് നമ്മൾ കേട്ടതാ. അവര് പറഞ്ഞത് എന്താ? ഖുർആൻ വായിച്ചപ്പോഴാണ് മനുഷ്യ സമൂഹത്തിന് വേണ്ടതൊക്കെയും ഈ ന്യായ പ്രമാണത്തിലുണ്ട് എന്ന സത്യം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ഖുർആനിന്റെ നിയമമായിരിക്കും ഇനി ലോകത്തെ നയിക്കുക. കാരണം അത് മനസ്സുമായും യുക്തിമായും വിജ്ഞാനവുമായും ഏറെ യോജിക്കുന്ന ഒന്നാണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇക്കാലഘട്ടത്തിലുള്ള ആളുകളും വിശുദ്ധ ഖുർആൻ വായിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഉള്ളിൽ നിന്ന് ഒരു ഇൻസൈറ്റ് ലഭിക്കുകയാണ്. ഖുർആൻ അതാ പറഞ്ഞത്. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, മുസ്ലിം സമൂഹമേ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരികളെ, പുറത്തുള്ള ആളുകൾ മുഴുവനും വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോ അത്ഭുതത്തോടുകൂടി പറയുകയാണ് ഇത്തരം വാക്കുകൾ. ആ ഖുർആൻ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്. എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്. നമുക്ക് എത്ര പേർക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ നിന്ന് പടച്ച തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് 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 എന്ന് പറയാൻ, സുജൂദിലേക്ക് വീഴാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? മാഷാ അല്ലാഹ്, ഈ ഖുർആൻ എടുത്ത് വായിക്കുമ്പോ ഇൻസൈറ്റ് വരാം. വിശുദ്ധ ഖുർആൻ പറയാണ്, ബസായിറു ലിന്നാസ് وهدى ورحمة لقوم يوقنون هذا بصائر. ഇത് ഒരു ഉൾക്കാഴ്ചയുടെ ഗ്രന്ഥമാണ്. ഇത് ഇൻസൈറ്റ് നൽകുന്ന ഗ്രന്ഥമാണ്. ആർക്ക്? മനുഷ്യർക്ക്. വഹുദൻ, സന്മാർഗം നൽകുന്ന ഗ്രന്ഥമാണ്. വറഹ്മത്തുൻ, കാരുണ്യത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഏതൊക്കെ തരത്തിലുള്ള വിജ്ഞാനങ്ങളാണ്, വഴികാട്ടലുകളാണ് നമുക്ക് നൽകുന്നതെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആൻ നമ്മൾ എടുക്കണ്ടേ? നമ്മുടെ മനസ്സിനെ തുറപ്പിക്കണ്ടേ? അതിനെങ്ങാനും നമ്മളെ അന്ധമായി ആ ബസായിറുകളെ, ഈ ഉൾക്കാഴ്ചകളെ അവഗണിച്ചാലോ നമ്മൾ സ്വയം അവഗണിക്കുന്നവരായി മാറുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖദ് ജാഅകും ബസായിറും മിർ റബ്ബികും വമൻ അബ്സറ ഫലിനഫ്സിഹി. ആരാണ് റബ്ബിന്റെ ഈ ബസായിർ, ഈ ഇൻസൈറ്റ് എടുക്കുന്നത്? അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു നൽകും. ആരാണ് ഇതിനെ അന്ധമായി ഇതിനെ അവഗണിക്കുന്നത്? അവന് നഷ്ടം ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആനിനെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കണം. ഇവിടെ വന്ന ലേൺ ദ ഖുർആനിന്റെ ഈ സമ്മേളനത്തിൽ വന്ന, ഈ പരിപാടിയിൽ പ്രോഗ്രാമിൽ വന്ന നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കണം, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇനി ഖുർആനിന്റെ ഒരു പഠിതാവ് ഞാനായി മാറും. ഞാൻ മാത്രമല്ല എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും, എന്റെ വീട്ടിലെ ചെറിയ വിദ്യാർത്ഥികൾ, കുട്ടികൾ, എന്റെ ഭാര്യ, എന്റെ കുടുംബത്തിലെ ആളുകൾ ഇൻഷാ അല്ലാഹ് ലേൺ ദ ഖുർആനിന്റെ ക്ലാസ് എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ കഴിയണം. കാരണം ഓരോ ഹർഫിനും കൂലിയാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് വായിച്ചു കഴിഞ്ഞാൽ ഫലഹു ബിഹി ഹസന. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നോക്കി പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുകയാണ്. ഒന്നല്ല, വൽ ഹസനതു ബിഅശരി അംസാലിഹാ, 10 ഒന്നിന് 10 ഇരട്ടിയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫൻ, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്നത് ഹർഫാണെന്ന്, വലാകിൻ അലിഫ് ഹർഫ്, ഒരു ഹർഫിന് 10 കൂലി. അപ്പോ അലിഫിന് 10, ലാമിന് 10, മീമിന് 10, 30 കൂലി. എപ്പോ അലിഫ് ലാം മീം എന്ന ഒരു വാക്ക് ഉച്ചരിക്കുമ്പോ തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, കൂലി ലഭിക്കുന്ന ഒരു ഗ്രന്ഥം ഭൂമി ലോകത്തുണ്ടെങ്കിൽ അതേത് ഗ്രന്ഥമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തൻസീലും മിർ റബ്ബിൽ
ലോകങ്ങളുടെ രക്ഷിതാവായ പടച്ചതമ്പുരാൻ ഇറക്കിയ വിശുദ്ധ വേദഗ്രന്ഥമല്ലാതെ മറ്റേത് ഗ്രന്ഥമാ? എടുക്കൂ സഹോദരങ്ങളെ, എടുക്കൂ. എന്നിട്ടു വായിക്കാൻ തുടങ്ങണം. നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും വായിക്കാൻ തുടങ്ങണം. അങ്ങനെ വരുമ്പോ നമ്മളെ പറ്റി പറയാം. കർണാടകത്തിലെ അല്ല, ലോകത്തിലെ ആളുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരാരാ? ഖൈറുക്കും ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമനാരാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമനാരാ? ഖുർആൻ പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ. മറ്റൊരു ഹദീസിൽ ഇന്ന അഫ്ളലുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു അഫ്ളൽ. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചേർത്ത് വെച്ചത് വിശുദ്ധ ഖുർആനാ. കാരണം എല്ലാ ഇരുട്ടുകളെയും, നേരത്തെ നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സഹോദരൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ വ്യാപകമായി പല നിരക്കുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധർമ്മങ്ങളും കൊടികുത്തി വാഴുകയാണ്. ആ അധർമ്മങ്ങളിലേക്ക് നമ്മുടെ മക്കളെങ്ങാനും പെട്ടുപോകാതിരിക്കാൻ എല്ലാ അധർമ്മങ്ങളെയും, എല്ലാ തമസ്സുകളെയും, എല്ലാ ഇരുട്ടുകളെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആനെ കഴിയൂ. അതുകൊണ്ട് ആ പ്രവാചകൻ ജീവിതത്തോട് ചേർത്ത് വെച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്, പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് താബിഈ പണ്ഡിതനായ സഅദ് ബിൻ ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. പിൽക്കാലഘട്ടത്തിൽ താബിഈ പണ്ഡിതൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം? അനസ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ പറഞ്ഞു കൊടുക്കുക. എന്താ ആയിഷയോട് ചോദിച്ചപ്പം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർ പറയുമോ, നമ്മുടെ ഭർത്താക്കന്മാർ പറയുമോ, എന്റെ ഭാര്യ ഖുർആനാണവൾ, എന്റെ ഭർത്താവ് ഖുർആനാണവർ പറയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഖുർആനായി മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ടാണ് മാറ്റമുണ്ടാക്കിയത്. ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതുപോലെ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തിന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തിന് മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഗവൺമെന്റുകൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗവൺമെന്റുകൾ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലഹരി മാഫിയയുടെ പിടിമുറുക്കത്തിൽ അമർന്ന സമൂഹത്തെ രക്ഷപ്പെടുത്താൻ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ അതിന് സാധ്യമല്ല. നിയമങ്ങൾ കൊണ്ട് സാധ്യമാകുമെങ്കിൽ അമേരിക്കയിൽ സാധ്യമാകേണ്ടിയിരുന്നു, കഴിഞ്ഞിട്ടില്ല. എന്നാൽ പ്രവാചകന് സാധിച്ചു. എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞല്ലോ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എത്രയേറെ വഴികേടിലായിരുന്നു അല്ലേ? രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പം മദ്യത്തിൽ ആറാടിയിരുന്ന ഒരു സമൂഹം, അന്ധവിശ്വാസങ്ങളുടെ ബിംബങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ ശിരസിനെ അതിനു മുമ്പിൽ സുജൂദ് ചെയ്ത ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത് എങ്ങനെയാ? നമ്മുടെ വീട്ടിലുള്ള മക്കളെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് അതേ ഒരു മാർഗമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, യത്ലു അലൈഹിം ആയാതിഹി, അവർക്ക് ഖുർആനിന്റെ വാക്കുകൾ ഓതിക്കൊടുക്കുക, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ അവരെ പഠിപ്പിക്കുക. അതുകൊണ്ട് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ ഖുർആൻ നമ്മുടെ വീട്ടിലെ ഒരു ഏറ്റവും വലിയ വഴികാട്ടിയായി മാറണം. ഇനി അതല്ല, നമ്മളിതിന് ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഇവിടെ ലേൺ ദി ഖുർആന്റെ ഒരു പതിപ്പുണ്ടാക്കി നമ്മുടെ വീടുകളിൽ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി. ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ അതിനെ അവഗണിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആരാണ് ഈ ഖുർആനിനെ അവഗണിക്കുന്നത് എങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമൻ അഅറള അൻ ദിക്രി,
ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ കേൾപ്പിക്കണം, നമ്മുടെ സഹോദരിമാരെ കേൾപ്പിക്കണം, നമ്മുടെ സഹോദരങ്ങളെ കേൾപ്പിക്കണം, നമ്മുടെ അയൽപക്കത്തുള്ള സഹോദരങ്ങളെ കേൾപ്പിക്കണം. വമൻ അഅറള അൻ ദിക്രി, അല്ലാഹുവിന്റെ ദിക്റിനെ എങ്ങാനും നിങ്ങൾ അവഗണിച്ചു കഴിഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച തമ്പുരാനാണ് പറയുന്നത്. അല്ലാഹുവിന്റെ വാക്കുകൾ സത്യമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. അത് സത്യം തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ദുനിയാവിന്റെ പളപളപ്പിൽ, ദുനിയാവിന്റെ ആ മഹിമയിൽ നമ്മളെങ്ങനെ വിശുദ്ധ ഖുർആനെ അവഗണിച്ചു കഴിഞ്ഞാൽ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന് ഇടുങ്ങിയ ജീവിതമാണ്. വലിയ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സംതൃപ്തമാകുന്നില്ല, മനസ്സിൽ സംതൃപ്തി വരുന്നില്ല. മക്കളിലേക്ക് നോക്കുമ്പം ഖുർറത്ത് അഅ്യുൻ, അവർക്ക് കൺകുളിർമ കിട്ടുന്നില്ല. ഭാര്യയിലേക്ക് നോക്കുമ്പോൾ സന്തോഷം ലഭിക്കുന്നില്ല. ഭർത്താവിനെ കാണുമ്പോ വല്ലാത്ത ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുകയാണ്. വല്ലാത്ത ഒരു മനസ്സ് കട്ടിയായ മനസ്സായി മാറുകയാണ്. വല്ലാത്ത ഒരു ഇടുക്കം ജീവിതത്തിന് അനുഭവപ്പെടുക. എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഉണർത്തിയതാ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന്റെ ജീവിതം ഇടുക്കമാകും. ഇവിടെ എങ്ങനെ എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്ന സഹോദരി, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളൂ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വനഹ്ശറഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ നമ്മളെ കൊണ്ടുവരുന്നത് എങ്ങനെയാ? അന്ധനായിട്ടാ. ഞാൻ ഈ ബംഗളൂരു ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഞാൻ ഒരുപാട് പ്രകൃതി വിഭവങ്ങളെ, പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടവനാ. പക്ഷേ പരലോകത്തെത്തി നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. ബാപ്പയെ കാണുന്നില്ല, ഉമ്മയെ കാണുന്നില്ല, സഹോദരങ്ങളെ കാണുന്നില്ല, സ്വന്തം ഭാര്യയെ കാണുന്നില്ല, സ്വന്തം മക്കളെ കാണുന്നില്ല. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ, റബ്ബേ ാണ് ഇങ്ങനെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത്. ഞാൻ കണ്ണുള്ളവനായിരുന്നു, എനിക്ക് കാണാമായിരുന്നു. ഞാൻ കർണാടകത്തിൽ ജീവിച്ചപ്പോ റബ്ബേ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്, ഞാൻ അതിന്റെ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടതാണ്. എന്തിനാണ് റബ്ബേ എന്നെ ഇങ്ങനെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത് എന്ന് ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ വിലപിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ പറയുന്ന മറുപടി എന്താ? എങ്ങനെ നീ എന്താ പറഞ്ഞത്? കണ്ണുള്ളവനായിരുന്നു. യെസ്, കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആയത്ത് അവിടെ വന്നിരുന്നു, നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥം അവിടെ വന്നിരുന്നു. ആ സന്ദർഭത്തിൽ നിനക്ക് തിരക്കായിരുന്നു, വേൾഡ് കപ്പിന്റെ കളി ഉണ്ടായിരുന്നു, നിന്റെ ഒരുപാട് ദുനിയാവിലെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, നിനക്ക് തിരക്കായിരുന്നു. അന്ന് നീ എന്ത് ചെയ്തു? എന്റെ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ നസീതഹ, നീ അങ്ങ് മറന്നു കളഞ്ഞു. അപ്പൊ അല്ലാഹു പറയാ, കദാലികൽ യൗമ തുൻസാ, ഇന്ന് ഞാൻ ആരാ? മാലികി യൗമിദ്ദീൻ, ഞാൻ അവിടുത്തെ രാജാവ്. ഇന്ന് ഞാനും നിന്നെ മറന്നടാ, ഞാൻ നിന്നെ മറന്നതാണ് എന്ന് പറയുമ്പോ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്രയാ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആനെങ്ങാനും അവഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. വിശുദ്ധ ഖുർആനാ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടാലോ, ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, وقال الرسول يا ربي إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ അങ്ങനത്തെ ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഈ ഖൗമ് ഞാൻ കൊടുത്തതാ, ഞാൻ അവർക്ക് മുമ്പിലേക്ക് ഖുർആനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചതാ. പക്ഷേ ഖുർആനിനെ അവഗണിച്ചു അവർ. മഹ്ജൂറ, അവർ അവഗണിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, ആ ഗണത്തിലെങ്ങാനും നമ്മൾ പെട്ടുപോയാലോ അതും വല്ലാത്ത ഒരു അപകടമാണ്. അതുകൊണ്ട്
വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ വേണ്ടി പ്രവാചകനും സഹാബത്തും ത്യാഗം ചെയ്തതുപോലെ നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സംവിധാനത്തെ കാര്യമായി ഉപയോഗപ്പെടുത്തി നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും നല്ല ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. നോക്കൂ, നേരത്തെ പരലോകത്ത് ഖുർആനിനെ അവഗണിച്ച ആളുകൾക്കുള്ള അതേപോലെ മറുഭാഗത്ത് കാണാം ഖുർആനിനെ അംഗീകരിച്ച ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലവും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 25 മിനിറ്റേ ഉള്ളൂ. നോക്കൂ, വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്താ? നഫ്സി നഫ്സി. നമ്മുടെ ബാപ്പാനെ നോക്കുന്നില്ല, ഉമ്മാനെ നോക്കുന്നില്ല, നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യവുമായി നിൽക്കുന്ന സന്ദർഭത്തിലാ നമ്മുടെ ഓരോന്നും വിലയിരുത്തുമ്പോ തുലാസില് ഇങ്ങനെ കനന്തൂങ്ങി കളിക്കുമ്പോ പരലോകത്ത് എത്തി നമ്മൾക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ഖുർആൻ ശഫാഅത്തിന് വരും. പോരെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇവിടെ ചെലവഴിച്ചു ഖുർആൻ പഠനത്തിന് വേണ്ടി. എന്താ മെച്ചം? നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലെത്തുമ്പോ അവിടെ നമുക്കതാ ശഫാഅത്തിന് വേണ്ടി വരുന്നത് എന്താ? ഖുർആനാണ്. ഖുർആന് അവിടെ ശഫാഅത്തിന് വേണ്ടി വരികയാണ്. പടച്ച തമ്പുരാനെ ഈ മനുഷ്യനെ നരകത്തിലേക്ക് ഇടാൻ പാടില്ല. എന്താ? ആ മനുഷ്യൻ കണ്ണുകൊണ്ട് ഖുർആൻ ഓതിയവനാണ്. പലരും ഉറങ്ങിക്കിടക്കുമ്പോ ഈ മനുഷ്യൻ ഉറക്കമൊഴിച്ചു ഖുർആൻ പാരായണം ചെയ്തവരാണ്. അതുകൊണ്ട് റബ്ബേ ഈ മനുഷ്യനെ നരകത്തിലേക്ക് ഇടാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ മാത്രം നമുക്ക് അവസരങ്ങൾ ഒരുക്കിയ വിശുദ്ധ വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ ഖുർആനും മുസ്ലിം സമൂഹവും എന്ന നിലയ്ക്ക് നമ്മൾ ഓർക്കുക, ആ മുസ്ലിം എന്ന പേര് മാത്രം മതിയോ? അതല്ല, ആ ഖുർആനിൽ പറഞ്ഞ മുഅ്മിനിലേക്കും മുത്തഖിയിലേക്കും ഉയരാൻ എനിക്ക് അവസരമുണ്ട്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ ഞാൻ സന്നദ്ധനാണോ എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളായി ഏറ്റവും നല്ല ഉത്തമരായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ ഭാര്യമാരിലൂടെ, നമ്മുടെ ഭർത്താക്കന്മാരിലൂടെ, നമ്മുടെ കുടുംബാംഗങ്ങളിലൂടെ എല്ലാം കൺകുളിർമ നൽകി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ പഠനത്തിലൂടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും കച്ചവടത്തിലും എല്ലാത്തിലും അള്ളാഹു ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.